ലേഖനം 6-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പാനായിട്ട് ആരംഭിച്ചു. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഈ 5-ാമത്തെ 1-2 വാക്കുകൾ മാത്രം ഒന്ന് ആവർത്തിച്ച് പറയാം. അതിനുശേഷം പെട്ടെന്ന് നമ്മൾ മുൻപോട്ടങ്ങ് പോകും, ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടി മാത്രം. ഈ 5-ാമത്തെ അധ്യായം വരെ കൃപയാൽ യേശുക്രിസ്തുവിൽ ഉള്ളതാകുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മിൽ ചെയ്തതാകുന്ന ആ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് ആ അധ്യായങ്ങളിൽ വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിച്ച് ഏറ്റവും അവസാനമായിട്ട് താൻ പറഞ്ഞു നിർത്തിയതാകുന്ന വിഷയം, പാപം പെരുകിയ സ്ഥാനത്ത് കൃപയും ഏറ്റം പെരുകി. കൃപ ഏറ്റം പെരുകിയത് കൊണ്ട് ദൈവം നമ്മോട് മനസ്സലിഞ്ഞ ആ വിഷയത്തെക്കുറിച്ച്, ദൈവം നമ്മോട് കരുണ കാട്ടിയതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. അങ്ങനെയുള്ളതാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത അധ്യായം എഴുതാൻ തക്കവണ്ണം പൗലോസിന് പ്രേരകമായി തീർന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നയിച്ചത്. കൃപ എന്നുള്ളത് ദൈവം തന്റെ കൃപയാൽ യേശുവിൽ ഉള്ളതാകുന്ന വിശ്വാസത്താൽ നമ്മെ നീതീകരിച്ചു. നമ്മുടെ ഭാവി എന്താണെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ 5-ാം അധ്യായത്തിൽ കണ്ടു, എത്രയധികമായി കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് മരിച്ചെങ്കിൽ അതേ കൃപയാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നിത്യാദി കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു. അങ്ങനെ താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാണുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? നോക്ക്, അപ്പോൾ പാപം പെരുകിയെടുത്ത് കൃപ പെരുകിയെങ്കിൽ ഇനി കൃപ വരാനായിട്ട് പാപം ചെയ്താൽ മതിയല്ലോ എന്നുള്ളതാകുന്ന തെറ്റായ ഒരു ചിന്താഗതി അനേകരുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായം എഴുതുന്നത്. അല്ലെങ്കിൽ ദൈവകൃപയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവകൃപ നമ്മളെ നീതീകരിക്കുകയും നിത്യതയിൽ നമുക്കൊരവകാശം നൽകുന്നു എന്നത് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കുന്നത് എന്ന കാര്യമാണ് ഈ അധ്യായങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യതയോടുകൂടെ താൻ പറയുന്നത്. നാം അതിന് ആധാരമായിട്ടൊരു വാക്യം ശ്രദ്ധിച്ചു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ദൈവത്തിന്റെ കൃപ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വിശദീകരിച്ചു. ഇനിയും ആ ഭാഗം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ കൃപ നമ്മളെ നീതീകരിക്കുക മാത്രമല്ല, നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? ഒന്ന്, നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ഏകീകരണം എന്നുള്ളത് വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ ചുവട്. കർത്താവുമായിട്ടുള്ള ഏകീകരണം, യേശുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. അതാണ് വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം. അത് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുന്നു. അതിന്റെ 15 മുതൽ 23 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ മറ്റൊരു കാര്യം അതാ പറയുന്നത്. കർത്താവുമായിട്ട് ഏകീഭവിക്കുന്നു എന്ന് മാത്രമല്ല, നാം നമ്മെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുന്നു. There is a new we were slaves under sin, but now Paul is talking about a new slavery, if I may use that word, a slavery to righteousness. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. ഞാൻ മുൻപോട്ട് പോകട്ടെ. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ളതാകുന്ന വാക്യഭാഗങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് പ്രാധാന്യത്തോടെ പൗലോസ് പറയുന്നതെങ്കിൽ, 6 മുതൽ 8 വരെ പ്രധാനമായിട്ട് പറയുന്ന വിഷയം ഞാനും കർത്താവിന്റെ ഒപ്പം മരിച്ചെന്നുള്ളതാണ്. ആ വിഷയമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആദ്യത്തെ ഭാഗത്ത് നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അഥവാ യേശുവിന്റെ നീതി
എന്റെ നീതിയായിട്ട് ദൈവം കണക്കിട്ടു, എനിക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു. കാരണം ക്രിസ്തുവിന്റെ നീതി എന്റെ നീതിയായി കണക്കിട്ടു, നീതീകരണം. എന്നാൽ ഈ രണ്ടാമത്തെ ഭാഗത്ത് പൗലോസ് പ്രധാനമായിട്ട് 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് നീതീകരണത്തെ കുറിച്ചല്ല, നേരെ മറിച്ച് വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ നീതി എന്റെ പ്രായോഗിക ജീവിതത്തിന്റെ ഭാഗമാകുന്ന അനുഭവത്തെക്കുറിച്ച്. മറ്റേതൊരു ലീഗലായിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവം എന്നെ നീതീകരിച്ചു, എന്നെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ, യേശുവിന്റെ നീതി എന്റേതായി കണക്കിട്ടെങ്കിൽ, ഇവിടെ അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം യേശുവിന്റെ നീതി എന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ച്. നമ്മൾ തുടർന്ന് 7-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ന്യായപ്രമാണത്തിന് നമ്മിലുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനു മുൻപായിട്ട് ഒരു വാക്യം ഒന്ന് വായിക്കുന്നതിനോടുള്ള ബന്ധത്തില് അത് നന്നായിരിക്കും. 8:4 നമ്മളിങ്ങനെ വായിക്കുന്നു: ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ചു നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ പണ്ട് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് മാറി സ്വതന്ത്രരായെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം എന്താ? പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കി കഴിയുമ്പോൾ ഉണ്ടായേക്കുന്ന സ്വാതന്ത്ര്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, നേരെ മറിച്ച് ക്രിസ്തുവിന്റെ, യേശുവിന്റെ നുകത്തിന്റെ കീഴിലോട്ട് നമ്മൾ തല വെച്ചു കൊടുക്കുക. സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുക. ആ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഈ വിഷയമൊക്കെ ഞാൻ വിശദീകരിച്ചത്, അതുകൊണ്ട് ഞാൻ അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. മറ്റു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് തുടർന്ന് ഈ ഭാഗത്ത് നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലീഗലായിട്ടുള്ള സ്റ്റാറ്റസ് മാറി ഇറ്റ് ഈസ് എ ലിവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവവുമായിട്ടുള്ള ജീവനുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അതാണ് വിശുദ്ധീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് മരിച്ചപ്പം ഞാനും കർത്താവിന്റെ ഒപ്പം മരിച്ചു, കർത്താവ് ഉയർത്തപ്പം ഞാനും ഉയർത്തു, കർത്താവിനെ പോലെ ഞാനും ജീവിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടു, ഈ സ്നാനത്തെക്കുറിച്ചുള്ള വിഷയം നമ്മൾ അല്പമായിട്ട് ശ്രദ്ധിച്ചു. അതുപോലെ പൗലോസ് പറയുന്ന ഒരു കാര്യം, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ, അതിനെക്കുറിച്ച് നമ്മൾ അല്പം വിശദീകരിച്ചു. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ഡെഡ്? പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. സ്നാനത്തെക്കുറിച്ച് ചില ചിന്തകൾ നമ്മൾ പറയുകയുണ്ടായി. നമുക്ക് മുൻപോട്ട് പോകാം. അതിൻ്റെ 4 മുതലുള്ളതാകുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇനിയും ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീർന്നു. യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. വളരെ ശ്രദ്ധിക്കണം. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിനോടുള്ള ഏകീകരണമാണ്. ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തു, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നു. അപ്പൊ കർത്താവിനോട് അങ്ങ് ഏകീഭവിക്കുകയാണ്. ആ ഏകീകരണത്തിന്റെ ഭാഗമായി ആദ്യം നമ്മൾ കണ്ടു, പാപസംബന്ധമായി നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം അതനുഭവിച്ച് തീരാതെ നീതീകരണം ഉണ്ടാകുന്നില്ല. അതാ നമ്മൾ കണ്ടത്. യേശു പാപസംബന്ധമായിട്ട് മരിച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം യേശു ഏറ്റെടുത്തെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെയും ദൈവം കണക്കാക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ
മരിച്ചെന്ന. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച ഒരു വേദഭാഗമുണ്ട്, 2 കൊരിന്ത്യർ 5:14 നമ്മൾ വായിക്കുകയുണ്ടായി. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു. അപ്പൊ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പം നമ്മൾ എന്ത് ചെയ്തു? കർത്താവിനോടുകൂടെ മരിച്ചു. ഇനിയും കർത്താവിനോടുകൂടെ മരിക്കുക മാത്രമല്ല, കർത്താവിന്റെ ഉയർപ്പിലും നമ്മൾ പങ്കാളികളായി. നോക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാ, ഒരു ബന്ധമാ. കേവലം ചില കാര്യങ്ങൾ ചെയ്ത്, ചില കാര്യങ്ങൾ അനുഷ്ഠിച്ച്, ചില ഇനിസിയേഷൻ സെറമണികൾക്ക് വിധേയരായി ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതല്ല ദൈവഭവനത്തിലെ അംഗങ്ങളാകുക എന്ന് പറഞ്ഞു. ദൈവ കുടുംബത്തിലെ അംഗമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിവിങ് റിലേഷൻഷിപ്പ്. ക്രിസ്തുവില, നമ്മളെല്ലാം ക്രിസ്തുവില. അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം, മിക്കവാറുമുള്ള ലേഖനങ്ങളിൽ അവനിൽ, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ. നോക്കി, അപ്പോൾ ക്രിസ്തുവിൽ മറയപ്പെട്ട്, ക്രിസ്തുവിനോട് ഏകീഭവിച്ച്, ക്രിസ്തു എന്തിലൊക്കെ കടന്നുപോയോ അതിലെല്ലാം നമ്മളും കടന്നു പോകാം. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ആ പൊസിഷനെ കുറിച്ച്, പദവിയെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തു ഇപ്പം ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുക, നമ്മളെയും എവിടെ ഇരുത്തിയേക്കുക? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയേക്കുക. നോക്കിയേ, നമ്മൾ മരിച്ചു, നമ്മൾ അടക്കപ്പെട്ടു, നമ്മൾ ഉയർത്തെഴുന്നേറ്റു, നമ്മൾ ജീവിക്കുന്നു. ഇപ്പൊ ജീവിക്കുന്നത് എവിടെയാ? ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക. അപ്പൊ ഇതാണ് കൃപ നമ്മിൽ ചെയ്യുന്നത്. ക്രിസ്തുവിനോട് എല്ലാ നിലയിലും നമ്മൾ ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾ ഒരു ചരിത്രപരമാകുന്ന വിഷയമായിട്ടല്ല വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച ആ കാര്യം ഇരിക്കുന്നത്. നേരെ മറിച്ച് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾ അവന്റെയും അനുഭവമാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചെങ്കിൽ, നമ്മൾ രക്ഷയ്ക്കായി യേശുവിൽ കൃപയാൽ വിശ്വസിച്ചെങ്കിൽ, ക്രിസ്തുവിന്റെ അനുഭവങ്ങളെല്ലാം നമ്മുടേതാകുകയാണ്. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തു ഏതൊക്കെ അനുഭവത്തിൽ കൂടെ കടന്നുപോയോ അതെല്ലാം നമ്മുടെ അനുഭവങ്ങളാകുകയാണ്. അതാ വീണ്ടും ജനനം. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇതെങ്ങനെയാ നമ്മളെ സഹായിക്കുന്നത്? ആ കാര്യമാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ ജീവിതം എന്നുള്ളത് വീണ്ടും ജനിക്കുന്ന ആ നിമിഷം തുടങ്ങുകയാണ്. വീണ്ടും ജനിക്കുന്ന ആ നിമിഷം തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് അല്പം വിശദീകരിക്കാം. വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നമ്മൾ സമ്പൂർണമായും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. ആ വേർതിരിക്കപ്പെടുന്ന അനുഭവത്തിൽ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിശുദ്ധീകരണം എന്നുള്ളത്. ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. ഒരവസ്ഥയല്ല, ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ആഴമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി ഇവിടെ ജീവിക്കാൻ കഴിയുന്നതാണ് വിശുദ്ധ ജീവിതം. നമ്മൾ പലപ്പോഴും വിശുദ്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺസിൽ ഒതുക്കുകയാ ചെയ്യുന്നത്. ഡൂസ് ആൻഡ് ഡോൺസ് അതല്ല വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം
ചില സദാചാര ഉപദേശങ്ങളല്ല വിശുദ്ധി. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യാം എന്ന ചില ലീഗലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതമെന്ന് പറഞ്ഞാൽ യേശുവിനോട് ഏകീകരിക്കപ്പെട്ട അനുഭവത്തിൽ ഓരോ ദിവസവും ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതാണ് വിശുദ്ധ ജീവിതം. ഇതിനാണ് കൃപ നമ്മെ സഹായിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ആ വിശുദ്ധീകരണത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ അത് പൂർത്തിയാകുന്ന ഒരു ദിവസമുണ്ട്. അതിനെക്കുറിച്ച് റോമർ 8:29 നമ്മൾ വായിക്കുന്നുണ്ട്. ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മളിൽ സംഭവിക്കാൻ പോകുന്നതാകുന്ന ആ വിഷയം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നമുക്ക് ഈ ഭാഗം മുൻപോട്ട് ചിന്തിപ്പാനായിട്ട് നാം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വിശുദ്ധ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ അതിന് ചില വ്യക്തമാകുന്ന ഉപദേശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. വ്യക്തമാകുന്ന ഉപദേശങ്ങൾ. അതായത് ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് ഈ 6-ാം അധ്യായം മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 പദങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, അറിയുക എന്നുള്ള പദമാണ്. നാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ എന്നൊക്കെ പൗലോസ് ചോദിക്കുന്നു. 2, എണ്ണുവിൻ, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. 3-ാമത്തെ പദം സമർപ്പിപ്പീൻ. ഈ 3 പദങ്ങളാണ് ഈ ഭാഗത്ത് പൗലോസ് ശ്ലീഹ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നതാകുന്ന വിഷയം. അതിനോട് ബന്ധപ്പെടുത്തിയാണ് ആ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത് നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത് പൗലോസ് പറയുന്നതാകുന്ന വിഷയം നോ, അറിയുന്നു. 3-ാം വാക്യവും 6-ാം വാക്യവും, 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? നാം ഇനി പാപശരീരത്തിന് പാപത്തിന് അടിമപ്പെടാതെ യെസ്. 9-ാം വാക്യം നോക്കുക, എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പൊ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ താൻ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയണം. പല സന്ദർഭങ്ങളിലും വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട്, വിശേഷിച്ച് എഫെസോസിൽ ഉള്ളതാകുന്ന അല്ലെങ്കിൽ കൊലോസിയിലൊക്കെ ഉള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ആ പ്രാർത്ഥനാ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ, കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങനെയല്ല പറയുന്നത്. നേരെ മറിച്ച്, കർത്താവേ അവർക്ക് പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുക്കണം, കർത്താവേ അവരുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം, കർത്താവേ അങ്ങനെ പ്രകാശിപ്പിച്ചിട്ട് നീ എന്താണ് അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് അവർ അറിയാൻ തക്കവണ്ണം ഇടയാക്കണമേ, അവരെ അറിയണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയരെ, ഇതാണ് വാസ്തവത്തിൽ ദൈവവചനം ക്രമീകൃതമായി ധ്യാനത്തോടെ പഠിക്കുന്നതിൽ നിന്നും ദൈവജനത്തെ പിശാച് മാറ്റി നിർത്തുന്നതിന്റെ ഒരു കാരണം എന്നാണെന്നറിയാമോ? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ദൈവവചനത്തിന് അതിൽ തന്നെ ഒരു വലിയ ശക്തിയുണ്ട്.
അപ്പൊ ദൈവവചനം ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുമെന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവവചനം കേൾക്കുന്നതിൽ നിന്ന് അനേകരെ പിന്നോട്ട് വലിക്കുന്നതിന്റെ കാരണം അതാ. ഇവിടെ പൗലോസ് പറയുക, നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളാ? അതിന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമ്മൾ അതല്പം ഒന്ന് വിശദീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. വിശദീകരിച്ച് നമ്മൾ മുൻപോട്ട് പോകുക. 6-7 വാക്യങ്ങൾ അല്പം വിശദീകരണം ആവശ്യമുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം വരണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ആശയമുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടീച്ച് യു മോർ ഓഫ് ക്രൈസ്റ്റ്. 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. നോക്കുക. 7-ാം വാക്യം കൂടെ നോക്കുക. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ ക്രൂശിക്കപ്പെട്ടത്? ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 കാര്യങ്ങൾ ഒന്നിനോട് ബന്ധപ്പെടുത്തി പൗലോസ് പറയുക. 1, നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്തിന്? അത് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ആസ് എ റിസൾട്ട് ഓഫ് being crucified with the Lord Jesus Christ, there comes another thing. As a result of being crucified, the body of sin may be done away with. പാപശരീരത്തിന് നീക്കം വരുന്നു. പാപശരീരത്തിന് നീക്കം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് എന്നാ സംഭവിക്കുന്നത്? നമ്മൾ പാപത്തിന് അടിമപ്പെടുന്നില്ല. നോക്കണേ, അല്പം നമ്മൾ വളരെ ശ്രദ്ധയോടെ അത് കാര്യം ചിന്തിക്കണം. 3 കാര്യങ്ങളാണ്. അപ്പൊ കർത്താവിന്റെ പർപ്പസ് നമ്മുടെ നാം പാപത്തിന് അടിമപ്പെടരുത്. പാപത്തിന് അടിമപ്പെടരുത് എന്ന ദൈവികമാകുന്ന ഉദ്ദേശം നമ്മിൽ നടപ്പാകാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ സംഭവിച്ചു. 1, പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പാപശരീരത്തിന് നീക്കം വരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ ആ കാര്യം അല്പം വിശദമായിട്ടൊന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, പാപശരീരത്തിന് നീക്കം വരിക, പാപശരീരത്തിന് നീക്കം വരിക എന്ന വാക്കിനാൽ എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? പാപ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡ ശരീരത്തെ കുറിച്ചല്ല ദൈവവചനം ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ജഡശരീരം, മജ്ജയും മാംസവും ഉള്ളതാകുന്ന ജഡശരീരം, ഈ ശരീരത്തെ ദണ്ഡിപ്പിച്ചതുകൊണ്ടൊന്നും വിശുദ്ധ ജീവിതം സാധ്യമാകത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പാപശരീരത്തിന് നീക്കം വരിക എന്ന് പൗലോസ് അർത്ഥമാക്കിയാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ആ കാര്യം അല്പം വിശദമായിട്ട് ചിന്തിക്കണം. നമ്മുടെ ശരീരം അതിൽ തന്നെ പാപമൊന്നുമല്ല. നമ്മുടെ ഈ മജ്ജയും മാംസവുമുള്ള ഈ ശരീരം അതിൽ തന്നെ എന്തല്ല, അതിൽ തന്നെ പാപമൊന്നുമല്ല. എന്നാൽ ശരീരത്തിന്റെ പല പ്രവൃത്തികളും പാപമാകും. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, ഉറക്കം നമ്മുടെ ശരീരത്തിന് നല്ലതാ അല്ലേ? എന്നാൽ ഉറക്കം കുഴപ്പമാകും എപ്പോഴും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ. ഇവിടെ ആ കാര്യമല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഈ ശരീരം അതിൽ തന്നെ പാപമല്ല. ശരീരം, ബോഡി, മാറ്റർ ഈവിൾ ആണെന്ന് പറയുന്നത് ഈ ജ്ഞാനമതക്കാരുടെ ചിന്താഗതിയാ.
നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നാം മനസ്സിലാക്കണം, കർത്താവാണ്, ദൈവമാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. നിശ്ചയമായിട്ടും പാപം മുഖാന്തരം ഇതിന് ഡിഫോമിറ്റി വന്നു എന്നുള്ളത് ശരിയാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ ഈ ശരീരത്തിലേക്കാണ് ക്രിസ്തു വന്നത്. പാപം കൂടാതെ ആണെന്നേ ഉള്ളൂ. ക്രിസ്തു ഈ ശരീരത്തിലേക്കാണ് വന്നത്. അപ്പൊ ഈ ശരീരം അതിൽ തന്നെ പാപമല്ല. പാപശരീരം എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ പാപ പ്രകൃതത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, സെൽഫ് സീക്കിംഗ് ആയിട്ടുള്ള, സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള, സ്വാർത്ഥം അന്വേഷിക്കുന്നതായിട്ടുള്ള, വീണുപോയ ആ വീഴ്ച മുഖാന്തരം നമ്മിൽ സംജാതമായ പാപ പ്രകൃതത്തെ കുറിച്ചാണ് പാപ ശരീരം എന്ന വാക്കിനാൽ പൗലോസ് ഇവിടെ പറയുന്നത്. പാപപ്രകൃതം, അതിനെക്കുറിച്ച് അത്രമാത്രം ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകുക. ഈ പാപപ്രകൃതത്തിന്, പാപശരീരമെന്നോ പാപപ്രകൃതമെന്നോ ഒക്കെ പറഞ്ഞു, ബോഡി ഓഫ് സിൻ, അതിന് നീക്കം വരേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? അത് അവിടെ അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നീക്കം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻസിലും പറഞ്ഞേക്കുന്ന സോ ദാറ്റ് ദ ബോഡി ഓഫ് സിൻ മൈറ്റ് ബി ഡൺ അവേ വിത്ത്, അത് ഇല്ലാതെയാകുക, ആ അർത്ഥത്തിലല്ല ഈ പദം ഉപയോഗിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാമോ? യെസ്. നോക്കിയ തന്റെ മരണത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? അപ്പൊ പിശാചിനെ ഇല്ലാതെയാക്കിയെന്നാണോ? അല്ല, പിശാചിനെ ഇല്ലാതെയാക്കിയെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, പിശാചിനെ അവന് ന്യായപ്രമാണവും പാപവും നിമിത്തം നമ്മിലുണ്ടായിരുന്ന അധികാരത്തെ ദൈവം എന്താക്കി? ഇല്ലാതെയാക്കിയെന്നർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ എന്തു സംഭവിച്ചു? വീണ്ടും ജനിച്ചവരിൽ പാപപ്രകൃതത്തിന് നീക്കം വന്നു എന്ന് പറഞ്ഞാൽ പാപപ്രകൃതം ഇൻഎഫക്റ്റീവായിട്ട് അതിനെ കവിയുന്ന ഒരു ദൈവകൃപയും ദൈവശക്തി നമ്മളിലേക്ക് പകർന്നു. മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ സംഭവിച്ച കാര്യം, നമുക്ക് പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ നീക്കപ്പെട്ടെന്നല്ല, നേരെ മറിച്ച് നേരത്തെ നമുക്ക് പാപം ചെയ്യാനേ ഒക്കത്തുള്ളായിരുന്നു, നമ്മൾ അതിന് അടിമകളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനോട് എതിർത്ത് നിൽക്കാനും അതിനോട് നോ എന്ന് പറയാനുമുള്ള ദൈവശക്തി നമ്മിൽ തന്നു. അതാണ് നമ്മുടെ വ്യത്യാസം. പാപപ്രകൃതത്തിന് അല്ലെങ്കിൽ പാപശരീരത്തിന് നീക്കം വന്നു. അങ്ങനെ നീക്കം വന്നത് എങ്ങനെയാ? നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പൊ വീണ്ടും ജനനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വീണ്ടും ജനനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, ആദാമിൽ നമ്മൾ എന്തായിരുന്നോ അത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ തീർന്നു, അവിടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താകുന്നു? ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഇതാണ്
നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ കണ്ടത് പാപസംബന്ധമായി മരിച്ചവരായ നാം, നമ്മുടെ പഴയ മനുഷ്യൻ യേശു കർത്താവിന്റെ ക്രൂശിൽ നാം യേശുവിൽ വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അവിടെ തീർന്നു. ക്രൂശ് അതിന്റെ പ്രവൃത്തി ചെയ്തു തീർത്ത ഒരു വ്യക്തിയാണ് വീണ്ടും ജനിച്ചവൻ. അല്ലാതെ സഭയിൽ മെമ്പർഷിപ്പ് എടുത്ത ആരും വീണ്ടും ജനിച്ചവരല്ല. മുങ്ങി വന്നവരും കൈപൊക്കി വന്നവരും എന്ന് വേണ്ട, അങ്ങനെ ഒത്തിരി പേര് ഇതിന്റെ ഉള്ളിൽ കൂടിയിട്ടുണ്ട്. ഇനി പല കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ പ്രിയരെ? വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ആദാമിൽ നമ്മൾ എന്തോ ആയിരുന്നോ അത് ക്രൂശിൽ തീർന്നിട്ട് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് ക്രൂശ് അതിന്റെ പ്രവൃത്തി നമ്മിൽ ചെയ്ത് നമ്മെ ഇല്ലാതാക്കിയിട്ട് നാം ഒരു പുതിയ മനുഷ്യരായിട്ട് തീർന്ന അനുഭവമാണ് വീണ്ടും ജനനം. മനസ്സിലായോ? അങ്ങനെ വീണ്ടും ജനിച്ചപ്പോൾ നമ്മിൽ സംഭവിച്ചു പാപശരീരത്തിന് നീക്കം വരിക, അതിനെ ഇൻഎഫക്റ്റീവായി. അതുവരെ അതിനോട് നോ എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കതിന് ദൈവകൃപയിൽ ആശ്രയിച്ച് പണ്ടെന്നെ കീഴ്പ്പെടുത്തിയിരുന്ന ഒരു കാര്യത്തോടെ എനിക്ക് നോ എന്ന് പറയാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. സ്തോത്രം. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇത് ആത്യന്തികമായിട്ട് എന്നോ സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പാപത്തിന് അടിമപ്പെടുകയില്ല. അപ്പൊ കർത്താവിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കർത്താവ് ഇതൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ഒന്ന് വിശദീകരിച്ച് ഞാൻ മുമ്പോട്ട് പോകാം. ഇവിടെ ഈ ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന ഒരു ക്രൂശീകരണമുണ്ട്. ഈ രണ്ട് ക്രൂശീകരണവും രണ്ടും രണ്ടാ. ആ കാര്യം ഒന്ന് വിശദീകരിച്ച് മുൻപോട്ട് പോകാം. ഇവിടെ നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ഗലാത്യ ലേഖനം 5:25 വേറൊരു ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും എടുത്ത് വായിക്കാമോ? 5:25. ക്രിസ്തുവേശുവിനോടുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. 24 എന്നാ ഇംഗ്ലീഷ് ബൈബിളിലായിരിക്കും. നോക്കുക, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ ക്രൂശീകരണവും റോമാലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്ന ക്രൂശീകരണവും രണ്ടും രണ്ടാ. എന്താണെന്ന് ഞാൻ പറയാം. റോമാലേഖനത്തിൽ കാണുന്ന ഈ ക്രൂശീകരണം നമ്മൾ ചെയ്ത ക്രൂശീകരണമല്ല, പിന്നെയോ നമ്മൾ ക്രൂശിക്കപ്പെടുകയാ ചെയ്തത്. വൺസ് ഫോർ ഓൾ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിച്ചു. അവന്റെ മരണത്തിൽ, അവന്റെ ക്രൂശീകരണത്തിൽ നമ്മളും പങ്കാളികളായി തീർന്നു. ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞു. നോക്കുക, ക്രിസ്തുവിനോട് ഏകീഭവിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിനെ പോലെ നമ്മൾ ജീവിക്കുന്ന അനുഭവം. ഇവിടെ നമ്മൾ വാസ്തവത്തില് നാം ക്രൂശിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ക്രൂശീകരണം എന്ന് പറയുന്നത്, അതായത് ഗലാത്യർ 5:24 പറയുന്നത് യേശു കർത്താവ് പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്ന ആ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ലൂക്കോസ് 9:23. ഒരുവൻ എന്റെ പിന്നാലെ യെസ് ഇച്ഛിച്ചാൽ നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്. അപ്പോ റോമാലേഖനത്തിൽ പറയുന്ന ക്രൂശീകരണം എന്നുള്ളത് ഒരിക്കൽ സംഭവിച്ചതാ. ഇറ്റ് ഈസ് എ ലീഗൽ മാറ്റർ. ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ആദ്യത്തേത് പാപത്തിന്റെ ശിക്ഷയാകുന്ന ക്രൂശീകരണമാണെങ്കിൽ, ഇവിടെ സംഭവിക്കുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെടുന്ന ആ ക്രൂശീകരണം. ക്രിസ്തുവേശുവിനോടുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു.
പൗലോസ് പറയുന്നത്, ഞാൻ ദിവസം തോറും മരിക്കുന്നു, ദിവസം തോറും മരിക്കുന്നു. അപ്പം നമ്മൾ ക്രൂശിക്കപ്പെട്ടു, അതൊരിക്കലായി സംഭവിച്ചെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ക്രൂശീകരണം ആവർത്തിച്ച് കാണുന്ന ക്രൂശീകരണമാ. സ്തോത്രം. അങ്ങനെയുള്ളതാകുന്ന ആ ക്രൂശീകരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞല്ലോ, യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആസ് എ ലീഗൽ റിക്വയർമെന്റ് പാപം ചെയ്യുന്ന ദേഹി മരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം ഒരുവൻ അനുഭവിച്ചു എങ്കിൽ, ഇവിടെ പൗലോസ് പറയാ, അങ്ങനെ ക്രൂശിക്കപ്പെട്ടവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? മോചനം പ്രാപിക്കുക എന്ന വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നു എങ്കിലും ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മോചനം എന്നതിനേക്കാളും, മോചനം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും, അങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശിൽ നാം മരിച്ച് പാപത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചതുകൊണ്ട് ഒരു വ്യക്തി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിശദീകരിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് ഉദാഹരണം പറയാം. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു, അവനെ പിടിച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന് ദേശത്തെ നിയമം അനുസരിച്ച് അവൻ കുറ്റക്കാരനാണോ എന്ന് ചോദിക്കും. കുറ്റക്കാരനാണ്. കുറ്റക്കാരനായവൻ എന്ത് ചെയ്യണം? ശിക്ഷ അനുഭവിച്ചേ തീരത്തുള്ളൂ. അങ്ങനെ ശിക്ഷ അനുഭവിച്ച്, എക്സാമ്പിൾ, ഒരു കുറ്റം ചെയ്ത ഒരാളെ 7 വർഷത്തിന് തടവിൽ കിടക്കാനായിട്ട് അവനെ ജഡ്ജി വിധിച്ചെന്നിരിക്കട്ടെ. അവൻ വിധിക്കപ്പെട്ടു. 7 വർഷം ആ കുറ്റത്തിന്റെ ശിക്ഷയാകുന്ന ആ തടവ് അവൻ അനുഭവിച്ചു. 7 വർഷം കഴിയുമ്പോൾ അവൻ എന്താകും? സ്വതന്ത്രനാകും. 7 വർഷം കഴിഞ്ഞ് അവൻ സ്വതന്ത്രനായി കഴിയുമ്പം ഈ പഴയ കുറ്റം വെച്ച് അവനെ ആർക്കും ഭയപ്പെടുത്താൻ പറ്റുകയില്ല. അവിടുത്തെ പോലീസുകാർക്കും പറ്റത്തില്ല, ജഡ്ജിക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. കാരണം എന്താ? അവൻ ശിക്ഷ അനുഭവിച്ചു, അവൻ നീതീകരിക്കപ്പെട്ടു. ഒരു വാക്കി പറഞ്ഞാൽ, ശിക്ഷ അനുഭവിച്ചപ്പോൾ അവൻ ചെയ്ത കുറ്റത്തിന് പരിഹാരമായി. എന്നാൽ ഇതേ തത്വം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തേ. ഒരു വ്യക്തിയെ മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്നിരിക്കട്ടെ. അവൻ ചെയ്ത കുറ്റത്തിന് അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആ തൂക്കുമരത്തിലേറുമ്പോ അവൻ എന്താ ചെയ്തു? തീർന്നവൻ. പിന്നീട് ഈ ഭൂമിയിൽ വന്ന് നീതീകരിക്കപ്പെട്ടവനായിട്ട് ജീവിക്കാനൊന്നും കഴിയത്തില്ല. എന്നാൽ ക്രിസ്തീയ അനുഭവത്തിന്റെ സവിശേഷത എന്താണെന്നറിയാമോ? നമ്മൾ കുറ്റക്കാരാണെന്നോ ചോദിച്ചു, കുറ്റക്കാരാണ്. പാപത്തിന്റെ ശമ്പളം എന്തുവാ? മരണമാണ്. മരണം അനുഭവിച്ചു. ആരോടുകൂടെ? യേശുവിനോടുകൂടെ. എന്നാൽ മരണം കൊണ്ട് തീർന്നില്ല. ദൈവത്തിന്റെ മഹാകരുണയാൽ മരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അതുവരെ നമുക്കെതിരെ കുറ്റമാരോപിച്ചുകൊണ്ടിരുന്ന ന്യായ പ്രമാണത്തിന്റെ ആ നീതി നിവൃത്തിയായി കുറ്റം അനുഭവിച്ചു, മരിച്ചു, തീർന്നു. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റതിനാൽ നമ്മൾ എന്ത് ചെയ്തു?
പാപത്തിൽ നിന്ന്, ഒരു വാക്കി പറഞ്ഞാൽ പാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? മോചനം പ്രാപിച്ചു. പണ്ട് നമ്മളെ അടിമപ്പെടുത്തിയിരുന്ന, പണ്ട് നമ്മളെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്ന അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? മോചിക്കപ്പെട്ടവരായി തീർന്നു. അതാണ് വീണ്ടും ജനിക്ക എന്ന് പറഞ്ഞാൽ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനിയും അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നുപോയി ആ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ, വളരെ പെട്ടെന്ന്. മതി. സ്തോത്രം. അതിന്റെ 6 മുതൽ 7 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ മരണവും ആ മരണം നിമിത്തം നമ്മിൽ എന്താ സംഭവിച്ചതെന്നാണ് പൗലോസ് വിശദീകരിച്ചെങ്കിൽ, ഇതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ഉയർപ്പും ആ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മിൽ എന്താ സംഭവിച്ചതെന്നാ പൗലോസ് പറയുന്നത്. ആ ഉയർപ്പിന്റെ ഇംപ്ലിക്കേഷൻ എന്താ? യേശു കർത്താവ് ഉയർത്തത് കൊണ്ട് ഒന്നാമത്തെ ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? നമ്മളും ഉയർക്കും. ഇത് ഇനിയും സംഭവിക്കാനുള്ള ഉയർപ്പിനെ കുറിച്ച്, അതിനെക്കുറിച്ചും കൂടെയാണ് പറയുന്നതെങ്കിലും അത് മാത്രമല്ല പറയുന്നത്, രണ്ടും കൂടെ ചേർത്താ പറയുന്നത്. നമ്മൾ റോമലേഖനം 8-ാം അധ്യായം 10 വരുമ്പോൾ ആ കാര്യം അവിടെ വിശദമായിട്ട് കാണുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ഉയർപ്പിക്കും. ഇത് അക്ഷരീകമാകുന്ന ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ചല്ല. അവിടെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ യേശുവിനോട് ഐഡന്റിഫൈ ചെയ്യുന്ന, യേശുവിനോട് ഏകീഭവിക്കുന്ന ഒരു വിശുദ്ധനും ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, അവിടെ കൊണ്ട് തീർന്നില്ല, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത് എന്തിനു വേണ്ടിയാ? അതും കർത്താവിനോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തിനു വേണ്ടിയാ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത്? 10-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കുക, മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചു. മറന്നു പോകരുതേ, ക്രിസ്തുവിനോടുള്ള ഏകീകരണം ആ വിഷയം. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനോട് ഏകീഭവിക്കപ്പെട്ട അനുഭവമാണ് വീണ്ടും ജനനമെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് പിന്നെ ആർക്കു വേണ്ടി ജീവിച്ചെന്നാ ഇവിടെ എഴുതിയേക്കുന്നത്? ദൈവത്തിന് വേണ്ടി ജീവിച്ചു. അങ്ങനെയെങ്കിൽ വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുകയാണ് വീണ്ടും ജനനം. ഇന്ന് പലരെ സഭയെ കൊണ്ടുവരുന്നത് എന്നെ പറഞ്ഞോട്ടെന്നറിയോ? എനിക്കറിയാം ഒരു സിസ്റ്ററിനെ, ഒരിക്കൽ പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അവര് രക്ഷിക്കപ്പെട്ടതായിട്ട് പുള്ളിക്കാരി തന്നെ അവരുടെ വാക്കുകളിൽ എന്നോട് പറഞ്ഞത്, പുള്ളിക്കാരത്തിക്ക് തീരെ വണ്ണമില്ല, എന്നോ കഴിച്ചാലും വണ്ണം വെക്കുകയില്ലെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല. അങ്ങനെ മെലിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം അവര് മിലിറ്ററി ജോലി ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ ആ പ്രത്യേക സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വേറൊരു, അപ്പൊ ആ ഒരു സഹോദരി എന്ന് പറഞ്ഞു, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ പേര് വിളിച്ചേച്ച് പറഞ്ഞു, സ്നാനപ്പെട്ടു വണ്ണം വെക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒത്തിരി വർഷം കഴിഞ്ഞ് ആ സഹോദരി
സഹോദരി ഇന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമോ അറിയത്തില്ല. ഞാൻ ആൻറ്റി, എനിവേ ക്രിസ്തുവിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരല്ലേ. എന്നോട് പറഞ്ഞു, എന്നോട് ഈ സംഭവം പറയുന്ന സന്ദർഭത്തിലും പുള്ളിക്കാരത്തേക്ക് ഏകദേശം 30-32 കിലോയെ തൂക്കമുള്ളു. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് അവകാശപ്പെടുന്നത്. ഇത് പറഞ്ഞാൽ നിങ്ങൾ വന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ വരും? വണ്ണം വെക്കും. പക്ഷെ വണ്ണം വെച്ചില്ല ഒത്തിരി വർഷം കഴിഞ്ഞിട്ടും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒത്തിരി പേരെ സഭയെ കൊണ്ടുവന്നിട്ടുണ്ട്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞ് സഭയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരാരും നിർഭാഗ്യവശാൽ വീണ്ടും ജനിച്ചവരല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കടബാധ്യത ഒരു മുഖാന്തരമാക്കിയെന്ന് വരാം, ഒരു രോഗം ഒരു മുഖാന്തരമാക്കിയെന്ന് വരാം, നമ്മുടെ ജീവിതത്തിലെ ഒരു സങ്കടം ഒരു മുഖാന്തരമാക്കിയെന്ന് വരാം, ഒരു കുടുംബ പ്രശ്നം ഒരു മുഖാന്തരമാക്കിയെന്ന് വരാം, ഭർത്താവിൻ്റെ മദ്യപാനം ഒരു മുഖാന്തരമാക്കിയെന്ന് വരാം. എന്ന് വേണ്ട, ഒത്തിരി കാര്യങ്ങളെ ദൈവം മുഖാന്തരമാക്കിയെന്ന് വരാം. എൻ്റെ പ്രിയരെ, വീണ്ടും ജനിച്ചതെന്തിനാ? നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന പല പ്രിയപ്പെട്ടവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലര് വരാറുണ്ട്, ഞങ്ങൾക്കും ക്രിസ്ത്യാനികളാകണം. എന്നിട്ട് അടുത്ത ചോദ്യം, ക്രിസ്ത്യാനിയായാൽ അമേരിക്കയ്ക്ക് പോകാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണ്. ഞാനീ പറയുന്ന ഒന്നും ഇല്ലാത്ത സംഭവങ്ങളല്ല കേട്ടോ, റിയൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ക്രിസ്ത്യാനിയായാൽ അമേരിക്കയ്ക്ക് പോകാൻ പറ്റുമോ നോക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഭയിൽ ഒത്തിരി പേര് വരും. എന്നാൽ ഞാനൊരു കാര്യം പറയാം. മുടിയംപുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പുത്രൻ അപ്പന്റെ അടുക്കിലേക്ക് വരാൻ മുഖാന്തരമായി തീർന്നത് എന്തുവാ? വിശപ്പിന്റെ വിളിയാ. ഇവിടെ ഞാൻ വാളവര തിന്നുകയാ. എൻ്റെ അപ്പന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേലക്കാര് തിന്ന് ശേഷിപ്പിക്കുക. അതുകൊണ്ട് നിന്റെ വേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് വരുന്നത്? ഈ പുത്രൻ വരുന്നത്. അതാണ് മുഖാന്തരം. പക്ഷെ ആ മുഖാന്തരം ഉണ്ടായെങ്കിലും അപ്പൻ അവനെ ചെന്ന് ആശ്ലേഷിച്ചേച്ച് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുക. പ്രിയമുള്ളവരെ, കുറെ കാലം കഴിയുമ്പോഴും ഈ പുത്രൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഈ പഴയത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തോ, അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അപ്പനോടുള്ളതാകുന്ന സ്നേഹവും പ്രതിപത്തി ഇതൊന്നും അല്ല ഇവന് വിഷയം. വയറിന്റെ വിശപ്പ് മാറ്റണം. ഇങ്ങനെ പലരും. പ്രിയമുള്ളവരെ, അങ്ങനെ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ വന്ന ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തിരിച്ചറിയണം, ക്രിസ്തീയ ജീവിതവും ആത്മീക ജീവിതവും കാര്യസാധ്യത്തിനുള്ള ഉപാധിയല്ല, ദൈവത്തിനു വേണ്ടി ജീവിക്കാനുള്ളതാകുന്ന മാർഗമാണ് ക്രിസ്തീയ ജീവിതം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ യേശുവിനോട് താതാത്മ്യം പ്രാപിക്കുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന, ഏകീഭവിക്കുന്ന സകല വിശുദ്ധന്മാരും അങ്ങനെയായിരിക്കണം. നമ്മൾ ദൈവത്തിനു വേണ്ടി ജീവിക്കണം, വേറെ ഒന്നിനുമാകരുത്, മറ്റൊന്നിനുമാകരുത്. നമ്മൾ ദൈവത്തിനു വേണ്ടി ജീവിക്കണം. അതാ വിശുദ്ധ ജീവിതം, അതാ ക്രിസ്തീയ ജീവിതം.
ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഭാരപ്പെട്ട് അതിനു വേണ്ടി പോകുകയൊന്നും വേണ്ട. പ്രിയമുള്ളവരെ, നമ്മൾ ആരാന്ന് മനസ്സിലാക്കി. ഇതാ ക്രിസ്ത്യ ജീവിതം, ഇതാ വീണ്ടും ജനനം, ഇതാണ് വിശുദ്ധ ജീവിതം. ഇത് കുറഞ്ഞ ഒന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം, എന്റെ സമയം തീരുന്നല്ലോ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന വാക്ക് നിങ്ങൾ എണ്ണേണം. 11-ാം വാക്യം, വേഴ്സ് 11. നോക്കുക, ഒരു വസ്തുത പറഞ്ഞു. ആ വസ്തുത പറഞ്ഞേച്ച് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് പൗലോസ് പറയുക, ഔവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് സങ്കൽപ്പിക്കാനല്ല, വാസ്തവത്തിൽ നമ്മിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഞാനത് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. പ്രിയമുള്ളവരെ, നമുക്ക് പാപം ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയും. പക്ഷെങ്കിൽ നമ്മൾ ആരാ? ക്രിസ്തുവിനോടൊപ്പം മരിച്ചവരും അടക്കപ്പെട്ടവരും ഉയർത്തെഴുന്നേറ്റവരും. നമ്മുടെ പൊസിഷൻ എന്തുവാ? ക്രിസ്തുവിനോട് കൂടെ നമ്മളായിരിക്കുക. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ കഴിയും? പാപം ചെയ്യാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ. വിവാഹം കഴിച്ച ഒരാൾക്ക്, വിവാഹം കഴിച്ചെന്നുള്ളത് എന്താ? ശരിയാ, അല്ലേ? വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ച ഒരാൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിച്ചില്ല എന്നതുപോലെ ജീവിക്കാൻ പറ്റുമോ? പറ്റും, അല്ലേ? പക്ഷെങ്കിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് എന്താ? വസ്തുതയാ, ഇല്ലാത്ത കാര്യമല്ല. വിവാഹം കഴിച്ചിട്ടും കഴിക്കാത്ത നിരുത്തരവാദപരമാകുന്ന ജീവിതമാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? തന്നോട് തന്നെ പറയണം, ഞാൻ വിവാഹിതനാ, എനിക്ക് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടവരാകുന്ന, വീണ്ടും ജനിച്ചവരാകുന്ന ദൈവമക്കൾ തങ്ങളോട് തന്നെ പറയണം, യേസ്, ഞാൻ യേശുവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആകയാൽ എനിക്കിനി എനിക്ക് വേണ്ടി ജീവിക്കാനൊക്കത്തില്ല, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഞാൻ എന്നെ തന്നെ എണ്ണണം. സ്തോത്രം. അങ്ങനെ എണ്ണുന്നെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നമുക്ക് അറിയാവുന്ന ഒരു പാട്ടിന്റെ ഒരു ചരണം നമുക്ക് പെട്ടെന്നൊന്ന് പാടാം. സ്തോത്രം. വളരെ മനോഹരമാകുന്ന ഒരു പഴയ പാട്ടാ. എനിക്കായൊരുത്തമ സമ്പത്തെന്നുള്ളതാകുന്ന ആ പാട്ടിനകത്തെ ഒരു ചരണം മാത്രം നമുക്കൊന്ന് പാടി അവസാനിപ്പിക്കാം. ആ ഭാഗം പാടുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. എഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമേത്രയോ ആശ്ചര്യമേഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമേത്രയോ ആശ്ചര്യ. എന്റെ പാപശാപങ്ങൾ നീക്കി നീ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ പാപശാപങ്ങൾ നീക്കി നീ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസേ ദിനമോക്കെയോ നിന്നെ
നിന്റെ സ്നേഹം നീ എനിക്ക് കിടണേ എൻ്റെ നിന്റെ സ്നേഹം നീ എനിക്ക് കിടണേ എൻ്റെ ദേഹവോ തിരു ആലയമായി നിന്റെ ആത്മാവേ എനിക്ക് ഗിയതാൽ എൻ്റെ ദേഹവും തിരുവാലയമായി നിന്റെ ആത്മാവേ എനിക്ക് ഗിയതാൽ തിരുനാമത്തിൻ മഹത്വത്തിനാ ഇനി ജീവിപ്പാൻ കൃപ നൽകുകേ യെസ് ലോർഡ് ത്വത്തിനായി ഇനി ജീവിപ്പാൻ കൃപ നൽകുക എൻ്റെ ആയുസ്സേ ദിനമൊക്കെയോ അങ്ങേ മാത്രം ഞാൻ നിന്നെ സേവിക്കോ എൻ്റെ പ്രാണനായകനേശുവേ നിന്റെ സ്നേഹം നീ കിടണേ എൻ്റെ പ്രാണനായ Glory to God. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം ഈ രാത്രി സമയം ചിന്തിച്ചതുപോലെ തന്നെ നാം ക്രിസ്തുവിനോട് ഏകീഭവിച്ചെങ്കിൽ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു ജീവിക്കുന്നുവെങ്കിൽ നമ്മളും ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. സ്തോത്രം. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ഹല്ലേലൂയ, മാത്രമല്ല നാം ദൈവത്തിന് വേണ്ടി ജീവിപ്പാനായിട്ട് കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചല്ലോ. അവനിൽ നാം മരിച്ചു, അവനിൽ നാം ഇല്ലാതെയായി. നമ്മുടെ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ ആദാമിൽ നമ്മൾ എന്തായിരുന്നോ അതും യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് നാം ജീവന്റെ പുതുക്കത്തിൽ ആ ഉയർത്തെഴുന്നേൽറ്റ അനുഭവത്തിൽ നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. ദൈവത്തിന്റെ കൃപയാൽ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാർ,